സ്ഥിരം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിനകത്തോട്ട് ഏകദേശം ഒരു 2 കൈപ്പിടി നിറയെ ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ എടുക്കുന്ന ഒരു ബജിയുടെ അളവിനനുസരിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 ചെറിയ ചെറുള്ളി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചേർക്കണ്ട, ഓൾറെഡി പച്ചമുളകിന് എരിവുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ, 1/2 ടീസ്പൂണിൻ്റെ വലുപ്പമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുന്നത്. നമ്മൾ ചമ്മന്തി പൊടിക്കില്ല, അതേപോലെ ചതച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതിനൊന്ന് സ്ലിറ്റിട്ട് കൊടുക്കും. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരു ഉണ്ടല്ലോ, അത് നന്നായിട്ട് കളയണം, ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര എരിവായി പോവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് ആ ഒരു മൊത്തമായിട്ടുള്ള ആ ഒരു സീഡും എടുത്ത് കളയണം കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര എരിവായി പോകും. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ ഇതൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൂടുതൽ ഇട്ട് കൊടുത്തോളൂ. പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ എരിവ് പോകാനും അതുപോലെ തന്നെ ആ ഒരു കഴിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനൊക്കെ ചമ്മന്തി നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം മാവ്. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുക്കുക. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കളർ കിട്ടാൻ മാത്രമായിട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണൊക്കെ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായി പോരുത്, അപ്പം ബജിയിലും മാവ് പിടിക്കില്ല. അപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസാണ് കേട്ടോ, ഞാൻ ഒരെണ്ണം ഇട്ടതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടെ മാവ് ചേർക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോ മുളകും ഈ മാവിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇടുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കുക, എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോന്ന് റെഡി ആകുമ്പോൾ നമുക്കതെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ട് ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്